أعوذ بالله من الشيطان الرجيم. إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സഹോദരന്മാരെ, സൂറത്ത് നൂറിലെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിലെ 62-ാമത്തെ വചനമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ആശയം ഇങ്ങനെയാണ്: ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും വിശ്വാസികൾ, അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അവർ അള്ളാഹുവിലും അവൻ്റെ തിരുദൂതരിലും വിശ്വസിച്ചവർ മാത്രമാണ്. വഇദാ കാനൂ മഅഹു, ആ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കുമ്പോൾ അലാ അംറിൻ ജാമിഹിൻ, ഒരു പൊതുകാര്യത്തിന് വേണ്ടി, ലം യദ്ഹബു ഹത്താ യസ്തഇദിനൂ, അവർ അദ്ദേഹത്തോട് സമ്മതം ചോദിച്ചിട്ടല്ലാതെ ചോദിക്കുന്നത് വരെ അവർ പിരിഞ്ഞു പോകുകയില്ല, പുറത്തു പോകുകയില്ല. ഇന്നല്ലദീന യസ്തഇദിനൂനക, തീർച്ചയായും താങ്കളോട് സമ്മതം ചോദിച്ചവരാരോ അവർ, ഉലായിക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലി, അവർ തന്നെയാണ് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിച്ചവർ. ഫഇദസ്തഅ്ദനൂക, നബിയെ അവർ നിന്നോട് സമ്മതം ചോദിച്ചാൽ, ലിബഅദി ശൈനിഹിം, അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ഫഅ്ദൻ ലിമൻ ശിഅ്ത മിൻഹും, അവരിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് സമ്മതം കൊടുക്കുക. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സഹോദരന്മാരെ, വിശ്വാസികളുടെ ക്വാളിഫിക്കേഷൻ, ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസിക്കുണ്ടാവേണ്ട സ്വഭാവം, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി. അല്ലാഹു തആല ആദ്യം തന്നെ പറഞ്ഞ സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കുങ്ങളെ. ഇന്നമ, ആദ്യത്തെ പദം തന്നെ ഇന്നമ എന്നുള്ള പദമാണ്. അത് സാധാരണ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഖസ്ർ, ഹസ്ർ എന്ന് പറയും. എന്താ സഹോദരന്മാരെ ഖസ്ർ, ഹസ്ർ എന്ന് പറയുന്നത്? ഒരു സംഗതി പരിമിതപ്പെടുത്തി പറയാനുള്ള വാക്കാണ് ഇന്നമ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മാത്രമാണ് എന്ന് നമുക്ക് അർത്ഥം ലഭിക്കുന്നത്. അപ്പോൾ ഇന്നമൽ മുഅ്മിനൂന, വിശ്വാസികൾ താഴെ പറയുന്ന സ്വഭാവമുള്ള ആളുകൾ മാത്രമാണ്. ഇനി ഒരു സ്വഭാവം, അല്ലദീന ആമനൂ ബില്ലാ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ റബ്ബായി വിശ്വസിക്കണം, അള്ളാഹുവിനെ സൃഷ്ടാവായി വിശ്വസിക്കണം,
അള്ളാഹുവിനെ ഇലാഹായി വിശ്വസിക്കണം. ഇങ്ങനെ അള്ളാഹുവിന് എന്തൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങളിലൊക്കെ വിശ്വസിക്കുമ്പോഴാണ് ആമനൂ ബില്ല എന്ന പദപ്രയോഗം പൂർത്തിയാകുന്നത്. പിന്നെ റസൂലി, അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കണം. അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയുന്ന സ്വഭാവം വ ഇദാ കാനു മഅഹു അല അംരിൻ ജാമി, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് അവർ നബിയോടൊപ്പം ഒരുമിച്ച് കൂടിയാൽ ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനു, അവർ നബിയോട് സമ്മതം ചോദിക്കുന്നത് വരെ, ഇതിന് ചോദിക്കുന്നത് വരെ അവർ പിരിഞ്ഞു പോയില്ല സദസ്സിൽ നിന്ന് എന്നുള്ളതാണ്. അംറുൻ ജാമീൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും മുഷാവറ, കൂടിയാലോചന കമ്മിറ്റി മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു യുദ്ധം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപദേശക ഉള്ള മീറ്റിംഗ്, ഇത്തരം കാര്യങ്ങൾക്കാണ് അംറുൻ ജാമീൻ. ഒരു കാര്യത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, അതിന് കാരണമാകുന്ന ഒരു കാര്യം, എല്ലാവരും ഒരുമിച്ച് കൂടേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള കാര്യത്തിൽ നബിയോടൊപ്പം അവർ ഒരുമിച്ച് കൂടിയാൽ ആ സദസ്സിൽ നിന്ന് നബിയുടെ അനുമതി കൂടാതെ അവർ പുറത്തു പോവില്ല. സഹോദരന്മാരെ, ഈ ആയത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിക്കും വിശ്വാസത്തിൻ്റെ ഇത് വിവരിക്കലല്ല, മറിച്ച് വിശ്വാസിയും കപടവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിക്കുകയാണ് ഇവിടെ. വിശ്വാസി, നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസികളായ സ്വഹാബികൾ നബിയോട് സമ്മതം ചോദിച്ചിട്ടേ പ്രവാചകൻ്റെ സദസ്സിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ കപടന്മാരായ ചില ആളുകൾ അങ്ങനെ സമ്മതം ചോദിക്കാൻ ഇരിക്കാറില്ല. അവരെന്ത് ചെയ്യും? അവർ ചിലപ്പോൾ അവരെ ഇഷ്ടത്തിനൊക്കെ പുറത്തു പോകും. അത് കാപട്യത്തിൻ്റെ ഒരു സ്വഭാവം കൂടിയാണ് എന്ന് കാണിക്കാനാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രധാനമായി കൊണ്ടുവരുന്നത്. നേരത്തെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്മതം ചോദിക്കണം. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രവാചകൻ്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും സമ്മതം ചോദിക്കണം. അതുമായിട്ട് ഒരു ചെറിയ ബന്ധം ഇവിടെ ഉണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് അവതരിപ്പിക്കാനുള്ള ഒരു അവതരണ ഹേതു മുഫസ്സിറുകൾ വിവരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ഖന്തക് യുദ്ധത്തിലെ, ഖന്തക് എന്ന് പറഞ്ഞാൽ കിടങ്ങ്, ആ കിടങ്ങ് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വിശ്വാസികളും കപടവിശ്വാസികളും ഒക്കെ ഉണ്ട്. വിശ്വാസികൾ എന്തു ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയും ആ കിടങ്ങ് കുഴിച്ചിരിക്കാൻ. ചില കപടന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിക്കാതെ പോയിട്ട് ആ അവസരത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നതാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൻ്റെ ഉദ്ദേശം വിശ്വാസിയുടെ അടയാളം പിന്നെ മുനാഫിക്കിൻ്റെ അടയാളത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാനുള്ള ഒരു ആയത്താണ് ഇത്. ആരാണ് വിശ്വാസി, ആരാണ് വിശ്വാസി അല്ലാത്ത കപടന്മാർ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ ഭാഷാപരമായി ചില രഹസ്യങ്ങൾ ഇതിലുണ്ട്. നമ്മൾ അലങ്കാരശാസ്ത്രത്തിൽ ഇൽമുൽ ബലാഗ എന്ന് പറയും, അല്ലെങ്കിൽ വാക്ക് ചാതുര്യ ശാസ്ത്രം എന്നും അതിന് മലയാളത്തിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആ ഇൽമുൽ ബലാഗയിൽ ഒരു നിയമമുണ്ട്. തബാദുൽ മുസ്നദ് വൽ മുസ്നദ് ഇലൈഹിന. മുസ്നദുൻ ഇലൈഹിയെ ഒരു സെൻറ്റൻസിൽ മുസ്നദും മുസ്നദ് ഇലൈഹിയും പറയാം, മറ്റൊരു സെൻറ്റൻസിൽ ആദ്യം പറഞ്ഞ മുസ്നദുൻ ഇലൈഹിയെ മുസ്നദാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ മുസ്നദ് ഇലൈഹി എന്ന് നമുക്ക് ആദ്യം അറിയണം. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അൽ മുഅല്ലിമു ഖുദ്വത്തുൻ. അൽ മുഅല്ലിമു ഖുദ്വത്തുൻ. അധ്യാപകൻ മാതൃകയാണ്. അധ്യാപകൻ മാതൃകയാണ് എന്ന് പറയുമ്പോൾ ആ മുഅല്ലിമ് എന്നുള്ളത് മുസ്നദുൻ ഇലൈഹിയും ഖുദ്വത്തുൻ എന്നുള്ളത് മുസ്നദുമാണ് അതിൻ്റെ സാങ്കേതികമായ പേര്. മുഅല്ലിം
മുസ്നദുൻ ഇലൈഹി, നമ്മളതിന് സബ്ജക്റ്റ് എന്ന് പറയാറുണ്ട്. ഖുദ്വത്ത് മുസ്നദാണ്. ആ മുസ്നദുൻ ഇലൈഹിയിലേക്ക്, ആ സബ്ജക്റ്റിലേക്ക് അയാളുടെ സ്വഭാവമായി എന്തൊക്കെയാണോ നാം പറയുന്നത്, ചേർത്തി പറയുന്നത്, അതാണ് പിന്നെ മുസ്നദ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിന് പ്രധാനമായി 2 ഭാഗമുണ്ട് ഇവിടെ. ഒന്ന് അൽ മുഅല്ലിബ് എന്ന് പറഞ്ഞ മുസ്നദുൻ ഇലൈഹിയും ഖുദ്വത്ത് എന്നുള്ള പിന്നെ മുസ്നദും. ഇനി ചിലപ്പോൾ അതേ വാക്കിനെ അൽ ഖുദ്വത്തു മുഅല്ലിമുൻ എന്നും ചിലപ്പോൾ അറബിയിൽ പറയും. അൽ ഖുദ്വത്തു മുഅല്ലിമുൻ. പിന്നെ മാതൃക, യഥാർത്ഥ മാതൃക അധ്യാപകനാണ്. എന്തിനാ ഇതേപോലെയാണ് ഇവിടെയും അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഇതിലെന്താ പറഞ്ഞ സെൻറ്റൻസിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിലും അവൻ്റെ തിരുദൂതരിലും വിശ്വസിക്കുന്നവരാണ്. പിന്നെയും പറയുന്നത് ഏതാ? ഉലായിക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലി ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലായിക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലി. നബിയെ, താങ്കളോട് സമ്മതം ചോദിക്കുന്നവർ അവർ തന്നെയാണ് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലും വിശ്വസിച്ചവർ. ഇത് രണ്ടും മലയാളത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ രണ്ടും ഒരു ആശയം തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരേ ആശയമുള്ള 2 സെൻറ്റൻസ് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നീട്ടിപ്പരത്താൻ വേണ്ടി കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. സഹോദരന്മാരെ, വളരെ അതിസൂക്ഷ്മമായ ചില ആശയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലി എന്ന് പറഞ്ഞപ്പോൾ അതിലെ മുസ്നദുൻ ഇലൈഹി എന്ന് പറയുന്നത് മുഅ്മിനൂൻ എന്നുള്ള വിശ്വാസികളാണ്. അവരിലെ മുസ്നദ് എന്താണ്? അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി എന്നുള്ളതാണ് മുസ്നദ് അല്ലേ? നമ്മളിപ്പം സാധാരണ മലയാളത്തിൽ ആക്കിയാതെന്നൊക്കെ പറയാറുണ്ട്, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് മുസ്നദുൻ ഇലൈഹിയും മുസ്നദും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ ഇന്നമൽ മുഅ്മിനൂന എന്നുള്ളിടത്ത് മുസ്നദുൻ ഇലൈഹിയും അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലി എന്നുള്ളിടത്ത് മുസ്നദുമാണ്. എന്നാൽ അതേപോലെ തന്നെയാണ് ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലായിക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി വ റസൂലി. അവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ മുസ്നദായി പറഞ്ഞ അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി, രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്തായി? മുസ്നദുൻ ഇലൈഹിയായി അഥവാ ആക്കിയായിട്ടാണ് അല്ലാഹു തആല അവിടെ ഉപയോഗിച്ചത്. പിന്നെ ആദ്യത്തെ പറഞ്ഞ മുസ്നദിനെ ഇവിടെ മുസ്നദുൻ ഇലൈഹി ആയിട്ടാണ് ഉലായിക്ക ഇന്നല്ലദീന യസ്തഅ്ദിനൂനക എന്നുള്ള ആ പിന്നെ മുസ്നദിനെ ഇവിടെ മുസ്നദുൻ ഇലൈഹി ആയിട്ടാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഇതൊരു അല്പം പഠിച്ചവർക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ധാരാളമായി കാണാം. സാധാരണ എന്തിനാണിത് കൊണ്ടുവരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് അള്ളാഹു ഗഫൂർ എന്നറിയും, ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു ഗഫൂറുൻ, അള്ളാഹു ഗഫൂർ എന്നുള്ള പ്രയോഗം. അവിടെ അള്ളാഹു എന്നുള്ളത് മുസ്നദുൻ ഇലൈഹിയാണ്, ഗഫൂർ എന്നുള്ളത് മുസ്നദാണ്. എന്നാൽ നേരെ തിരിച്ചു പറയും അൽ ഗഫൂറു അല്ലാഹ്, അൽ ഗഫൂറു അല്ലാഹ് എന്ന് പറയും. അവിടെ അൽ ഗഫൂർ എന്നുള്ളത് അവിടെ ഇപ്പം എന്താണ്? മുസ്നദുൻ ഇലൈഹിയാണ്. നേരത്തെ അള്ളാഹ് എന്ന് പറഞ്ഞത് എന്തായി? ഇവിടെ മുസ്നദായി മാറി. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിക്കുന്ന സഹോദരന്മാർ? അവിടെ അൽ മുഅല്ലിമു ഖുദ്വത്തുൻ, അൽ ഖുദ്വത്തു മുഅല്ലിമുൻ എന്ന് പറയുമ്പോൾ, അൽ മുഅല്ലിമു ഖുദ്വത്തുൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വാക്യമാണ്. എന്നാൽ അൽ ഖുദ്വത്തു മുഅല്ലിം എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു പാഠമുണ്ട്. യഥാർത്ഥ അധ്യാപകൻ പഠിപ്പിക്കൽ മാത്രമല്ല, ജീവിതത്തിൽ മാതൃകയുള്ളവനാണ് യഥാർത്ഥ അധ്യാപകൻ എന്ന് കാണിക്കാനാണ് അൽ ഖുദ്വത്തു മുഅല്ലിമുൻ എന്ന് പറയുന്നത്. ഇതേപോലെ അള്ളാഹു ഗഫൂറുൻ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ഉപയോഗിച്ച പിന്നെ സെൻറ്റൻസാണ് അള്ളാഹു ഗഫൂറുൻ ഇന്നല്ലാഹു ഗഫൂറുൻ എന്നുള്ളത്. എന്നാൽ അൽ ഗഫൂറു അല്ലാഹ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ എന്താ വ്യത്യാസം? കൂടുതൽ ശക്തി നൽകാനും പിന്നെ അള്ളാഹു മാത്രമാണ് ഗഫൂർ എന്ന് കാണിക്കാനും മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിക്കാനും പിന്നെ അത് കേട്ടുകൊണ്ടിരിക്കാനും ആ ആശയത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാനും പിന്നെ ഈ ഭാഷയ്ക്ക് ഒരു അഴകും ഭംഗിയുമുണ്ട് എന്നൊക്കെ കാണിക്കാനാണ് പിന്നെ അലങ്കാര ശാസ്ത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അൽ മുഅ്മിനു സ്വാദിഖുൻ എന്ന് പറയുമ്പോൾ വിശ്വാസി സത്യസന്ധനാണ്,
എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ മുഅ്മിൻ എന്നുള്ളത് മുസ്നദുൻ ഇലൈഹിയാണ്, സാദിഖ് എന്നുള്ളത് മുസ്നദാണ്. എന്നാൽ നേരെ തിരിച്ചു പറഞ്ഞു നോക്കി നിങ്ങൾ, അസ്സാദിഖു മുഅ്മിനുൻ എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥ സത്യസന്ധനായ ആള് വിശ്വാസിയാണ്. അപ്പം ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. സത്യസന്ധത ഈമാനിൻ്റെ അടയാളമാണ്. സത്യസന്ധനായവനേ യഥാർത്ഥ വിശ്വാസിയാകുകയുള്ളൂ എന്ന് കാണിക്കാനാണ് ഇങ്ങനെയുള്ള പദപ്രയോഗം അല്ലാഹു സുബ്ഹാൻ. അപ്പോൾ ഖുർആനിൽ എന്തിനാണ് ഒരേ ആശയമുള്ള 2 സെൻറ്റൻസുകൾ അതിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊണ്ടുവരുന്നത് എന്താ എന്ന് ചോദിച്ചാൽ, അഥവാ ഒരു സെൻറ്റൻസിൽ മുസ്നദുനിലേയും മുസ്നദും നേരെ, അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിലുള്ള മുസ്നദുനിലയെ രണ്ടാമത്തെ സെൻറ്റൻസിൽ മുസ്നദാക്കിയിട്ടും ആ മുസ്നദിനെ മുസ്നദുനിലയി ആക്കിയിട്ടും കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് കേൾക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ശക്തി, അതിൻ്റെ ഭംഗി, യാതൊരു സംശയവും അവനില്ലാതിരിക്കാൻ, അതേപോലെ തന്നെ സത്യം അവന് ഉറപ്പിക്കാനാണ് ആ രൂപത്തിലുള്ള സെൻറ്റൻസ് അല്ലാഹു കൊണ്ട്. ഇവിടെ വിശ്വാസികളും കപടവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വ്യക്തമായി മനുഷ്യരെ മാലോകരെ പഠിപ്പിക്കാനാണ് അല്ലാഹു തആല ഇത്തരത്തിലുള്ള 2 സെൻറ്റൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ ബലാഗാശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിലുള്ള ചില പാഠങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ പാഠങ്ങൾ? ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂൽ. തീർച്ചയായും വിശ്വാസികൾ അള്ളാഹുവിലും അവൻ്റെ തിരുദൂതരിലും വിശ്വസിച്ചവർ മാത്രമാണ്. വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിൻ. അവരൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോൾ ലം യദ്ഹബു ഹത്താ യസ്തഇദിനു, സമ്മതം ചോദിക്കാതെ അവർ പിരിഞ്ഞു പോകുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സഹോദരന്മാരെ, ഒരുമിച്ച് കൂടുക, ജമാഅത്തായി സംഘമായി നിൽക്കുക എന്നത് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സംഘമായി നിൽക്കണമെങ്കിൽ അതിനൊരു നേതാക്കളും അതിനൊരു അമീറും മുദീറും ഇങ്ങനെയുള്ള ഭരണകർത്താക്കളൊക്കെ വേണമല്ലോ. ആ ഭരണകർത്താക്കളുടെ ഒരു സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, അത് ഏത് സംഘടന ആവട്ടെ, ആ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അനുവാദം ചോദിക്കാതെ ആ സദസ്സിൽ നിന്ന് നമ്മൾ പുറത്തു പോവാൻ പാടുള്ളതല്ല എന്നതാണ് അത് പഠിപ്പിക്കുന്ന ഒരു പാഠം. ഇനി അങ്ങനെ ഒരാൾ പോയാൽ എന്താ? അങ്ങനെ ഒരാൾ പോയാൽ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നത്തിന് അത് കാരണമാവും. ഇപ്പോൾ നോക്കി നിങ്ങൾ, ഒരു സംഘമായി നാം ജീവിക്കേണ്ടതിൻ്റെ ആ ശിക്ഷണം കൂട്ടിയുറപ്പിക്കുകയാണ് ഈ ആയത്ത്. അതേപോലെ തന്നെ നേതൃത്വത്തെ ശർഈയായിട്ട് തന്നെ നേതൃത്വത്തെ അംഗീകരിക്കണം എന്നതും ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരാൾ ഞാൻ വിശ്വാസിയാണ് എന്ന് അവകാശപ്പെട്ടത് കൊണ്ട് അവൻ യഥാർത്ഥ വിശ്വാസിയാവണില്ല. മറിച്ച് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സ്വഭാവമുള്ള ആളുകളാണ്. ഇപ്പോൾ ഒരു സംഘമായി ജീവിക്കണം. ആ സംഘമായി ജീവിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടാവും. ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സമ്മതവും അനുമതിയുമൊക്കെ വേണം. നമ്മളൊരു മീറ്റിങ്ങിലോ മറ്റേതെങ്കിലും കാര്യത്തിലൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ പിരിഞ്ഞു പോവണമെങ്കിൽ എന്ന്. അപ്പം അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ടാണത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ലം യദ്ഹബു ഹത്താ യസ്തഇദിനു എന്നാണല്ലോ. ഇവിടെ ആദ്യം പറഞ്ഞു ഇദാ കാനു അല അംരിൻ ജാമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ, ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് കൂടിയത്. അങ്ങനെയുള്ള ആ കാര്യമാണ് അംറുൻ ജാമീൻ എന്ന് പറയുന്നത്. ജാമി എന്ന പദപ്രയോഗം തന്നെ ഏതൊരു കാര്യത്തിന്
അവർ ഒരുമിച്ച് കൂടിയോ കാരണമായോ ആ കാര്യം, അതാണ് അമ്രുൻ ജാമി. അവരെ ഒരുമിച്ച് കൂട്ടാൻ കാരണമാക്കിയൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതാണ് അമ്രുൻ ജാമിഉൻ എന്ന് പറയുന്നത് എന്നുള്ളത്. പിന്നെ പറയുന്നത് ലം യദ്ഹബു, അവിടെ ആ സംഘടനയിൽ അല്ലെങ്കിൽ ഏതൊരു സംഘത്തിലാണോ അതിൻ്റെ ആ നിബന്ധന, അതേപോലെ തന്നെ അവിടെ അവരോട് പെരുമാറേണ്ട രീതി, ആ കൃത്യത, അതൊക്കെ അതിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൂട്ടായി നിൽക്കുമ്പോൾ അതിന് മെല്ലെ ഊരിപ്പോവാൻ പാടില്ല, സമ്മതം കൂടാതെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടായുള്ള സംഘപ്രവർത്തനമാണെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൻ്റെ സമ്മതം കൂടാതെ നമ്മൾ മെല്ലെ ഊരിച്ചാടാൻ പാടുള്ളതല്ല, ഒഴിഞ്ഞു പോവാൻ പാടുള്ളതല്ല. അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം വേണം എന്ന് പറയും. ഇതില്ലെങ്കിൽ എന്താ, ഇങ്ങനെ കൂട്ടായ പ്രവർത്തനമില്ല സഹോദരന്മാരെ. കൂട്ടായ പ്രവർത്തനം ഇല്ലെങ്കിൽ, കൂട്ടായ ഒരു ജമാഅത്തില്ലെങ്കിൽ, ഒറ്റപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മെ വേഗം നാശത്തിലേക്ക് നയിക്കാൻ ഒറ്റപ്പെട്ടവനെ ചെന്നായി തിന്നും എന്നൊക്കെ പിടിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പം ഒറ്റപ്പെടുക എന്നില്ല, കൂട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ കൂട്ടായി നിൽക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അവരെ നമ്മൾ അനുസരിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം, ആ ഒരു സംഘടന മനോഭാവം നമുക്കുണ്ടാവണം. പിന്നെ ആ വ്യവസ്ഥയെ, ആ നേതാവിനെ നമ്മൾ ബഹുമാനിക്കണം. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്നതാണ് ലം യദ്ഹബു എന്ന് ഹത്താ യസ്തഇദിനു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, അന്ധമായ അനുകരണമല്ല ഇത് പഠിപ്പിക്കുന്നത്. അന്ധമായി നേതാക്കളെ അനുകരിക്കണം എന്നുള്ളതല്ല, മറിച്ച് അവർ പറയുന്ന സത്യം, ആ സത്യത്തിന്മേൽ നമ്മൾ അവരെ അനുസരിക്കണം എന്നതും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നോക്കൂ, ഇവിടെ ഒരു മുഅ്മിനും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറയാണല്ലോ. ഇനി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രം ഫിറ്റാക്കേണ്ട ഒരു കാര്യമല്ല, ഏത് കാലഘട്ടത്തും. ഇത് നബിയുടെ കാലഘട്ടത്തെ ഒരു സംഭവമാണ് പറഞ്ഞതെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രയോഗവൽക്കരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ദഴവാരംഗത്ത്, അതേപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത്, ഇങ്ങനെ നിത്യ ജീവിതത്തിൽ നമ്മുടെ എന്ത് വേണം, ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പെട്ടെന്ന് അവൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ളത് വിശ്വാസിയുടെ സ്വഭാവമല്ല, അത് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. അതേപോലെ ഏകാന്തനായി പിന്നെ ജീവിക്കുക എന്നതും വിശ്വാസിയുടെ സ്വഭാവമല്ല. അവൻ സമൂഹത്തിൽ, സംഘത്തിൽ പിന്നെ കൂടണം. അതേപോലെ ആ സംഘത്തിനൊരു നേതൃത്വമുണ്ടാവും, ആ നേതൃത്വത്തെ അവൻ ബഹുമാനിക്കണം. ആ കൂട്ടായ്മയുടെ ഉത്തരവാദിത്തം, നേതൃത്വം, ഇതൊക്കെ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല, ഞാൻ വിശ്വാസിയാണെന്ന് പറയലല്ല, മറിച്ച് അതൊരു ശീലവും ഒരു ഉത്തരവാദിത്വവും ഒരു സംഘാടക ബോധവുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ. അപ്പോൾ യഥാർത്ഥ വിശ്വാസ്യത്തെ നിർണയിക്കുന്ന മാനദണ്ഡം കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കണം. ഇനി ഒരു ഉദാഹരണം പറയുമ്പോൾ, ഇപ്പോൾ ഒരാളിങ്ങനെ ഒറ്റപ്പെട്ടു പോയാൽ പിന്നെ എന്താ സമൂഹത്തിൽ അതുകൊണ്ടുണ്ടാവുന്നത്? നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു തരാം. നമ്മളൊക്കെ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ പിന്നെ കപ്പലിൽ കാറ്റും കോളും ഒക്കെ വന്ന് തിരമാലകൾ ഇങ്ങനെ ഉയർന്ന് പൊങ്ങും താന്ന് നിൽക്കണം. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എനിക്കിതിലൊന്നും നിൽക്കാനുള്ള, ഞാൻ പിന്നെ പുറത്തേക്ക് ചാടാണ്, വെള്ളത്തിൽ ചാടാണ്, കപ്പലിനോട്ടുണ്ടാക്കി ചാടാണ്. അപ്പോൾ ഒരാൾ മാത്രം വിലങ്ങനെ, ബാക്കി എല്ലാവരും ഇങ്ങനെ പിടിച്ച് നിന്നിങ്ങനെ കപ്പൽ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ നിർത്തിപ്പോവാണ്. സഹോദരന്മാർ, ഇവിടെ ഒരാൾ ഓട്ടമുണ്ടാക്കിയാൽ പുറത്തു പോയാൽ എന്താ, കപ്പലിലേക്ക് വെള്ളം കയറും, മറ്റുള്ളവരൊക്കെ നശിക്കും. ഇത്
നമ്മെ പഠിപ്പിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ഒരു കപ്പലാണ്. നമ്മളൊക്കെ ഒരു കപ്പലിൻ്റെ ഉള്ളിലാണ്. ആ കപ്പലിൽ ഒരു സംഘടന എന്ന് പറയുന്ന ഒരു കപ്പലാണ്. ആ കപ്പലിൻ്റെ ഉള്ളിൽ ഒരാൾ വിലങ്ങനെ പ്രവർത്തിച്ചാൽ അവിടെ അതുകൊണ്ടുണ്ടാകുന്ന അപകടം ആ സംഘടനയ്ക്ക് മൊത്തത്തിലാണ്, ആ സമൂഹത്തിന് മൊത്തത്തിലാണ് യഥാർത്ഥത്തിൽ അപകടം വരുന്നത്, അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ളൊരു കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? വൈകുന്നേരം വിശ്വാസിയാണ് മനുഷ്യൻ, രാവിലെ ആകുമ്പോഴത്തേന് അവിശ്വാസിയാവും. പിന്നെ രാവിലെ അവിശ്വാസിയാണ് മനുഷ്യൻ, വൈകുന്നേരം ആകുമ്പോഴത്തേന് വിശ്വാസിയാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു കാലഘട്ടം വരും സമൂഹത്തിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇന്ന് ചില നമ്മുടെ രാഷ്ട്രീയ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കും നിങ്ങൾ. പെട്ടെന്നായിരിക്കും ചില ആളുകൾ അങ്ങോട്ട് ഒഴിഞ്ഞു പോകണം. ഇതുകൊണ്ട് സമൂഹത്തിന് വരുന്ന വലിയ നഷ്ടമാണ് സഹോദരന്മാർ. അപ്പോൾ ഒരു സംഘമായി നിൽക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഒരാൾ ഒളിച്ചോടിയാൽ പിന്നെ ആ ഒളിച്ചോടിയ ആൾ യഥാർത്ഥത്തിൽ കപടനാണ്, കപടവിശ്വാസിയെ പോലെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ സ്വഹാബത്തൊന്നും അങ്ങനെയല്ല. ഏത് പ്രശ്നം ഉണ്ടായാലും ഏത് ദുരിതഘട്ടങ്ങളിലും അവരെന്ത് ചെയ്തിരുന്നു? പിന്നെ പ്രവാചകനോടൊപ്പം അങ്ങ് ഞങ്ങളോട് ബർക്കുലിമാദിലേക്ക് പിന്നെ പോവാൻ, ഹദർമൗത്തിലേക്ക് പോകാൻ പറഞ്ഞാലും ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടാവും. ഏത് ദുരിതം പിടിച്ച സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാലും നബിയെ ഞങ്ങൾ താങ്കളോടൊപ്പം വരും എന്ന ആ അടിയുറച്ച വിശ്വാസ കരുത്തുള്ളവരായിരുന്നു സഹാബത്ത് എന്നുള്ള ഈ ശീലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിഇൻ ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനു എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അതിലൂടെ നമ്മെ പഠിപ്പിക്കണം. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം നമുക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് ദുർബലരായത്? നമ്മൾ ദുർബലരായി, ശത്രുക്കൾ ഒക്കെ ശക്തിയുള്ളവരായതുകൊണ്ടല്ല നമുക്ക് പരാജയം, അല്ലേ? നമ്മളെ ശത്രുക്കളൊക്കെ വലിയ ആജാനുഭാവം, നല്ല ശക്തിയുള്ളവരാണ്, എല്ലാ നിലക്കും അവർ അതുകൊണ്ടല്ല നമ്മൾ പരാജയപ്പെടുന്നത്. മറിച്ച് നമ്മുടെ പരാജയത്തിന് കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ അനുസരണക്കേടാണ്. നേതൃത്വത്തെ അനുസരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പല സന്ദർഭങ്ങളിലും നമുക്ക് പരാജയം സംഭവിക്കണം. അപ്പോൾ സംഘമായി ജീവിക്കുമ്പോൾ, ഒരു ഉമ്മത്തായി ജീവിക്കുമ്പോൾ ആ ഉമ്മത്തിൻ്റെ നേതാവിനെ മഅസിയത്തല്ലാത്ത കാര്യത്തിൽ നമ്മൾ അംഗീകരിക്കണം, അനുസരിക്കണം എന്നതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം. ആ നേതാവിനെ ബഹുമാനിക്കണം. അല്ലെങ്കിൽ എന്താ, ആ കൂട്ടായ്മ, ആ സമൂഹം തകരാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വിശ്വാസിയാണോ? അതിനെന്താ തെളിവ്? നാം നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ സമൂഹത്തിൽ നിന്ന് അനുമതി കൂടാതെ സംഘത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്നുണ്ടോ? നമുക്ക് ഉത്തരവാദിത്വം കിട്ടിയാൽ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുക, മറുപടി പറയാതിരിക്കുക, അപ്രത്യക്ഷമായി പോവുക, ഈ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, അത് കാപ്പട്യത്തിൻ്റെ സ്വഭാവമാണ്. ഉത്തരവാദിത്വം കിട്ടിയാൽ പിന്നെ നമ്മളതിന് മറുപടി പറയണം എന്നുള്ളത്. ഈ ആയത്ത് നമ്മോട് ചോദിക്കുന്നത്, യഥാർത്ഥ വിശ്വാസിയാണോ നീ എന്നൊരു ചോദ്യം നമ്മോട് ചോദിക്കാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബദർ യുദ്ധത്തിൽ ധാരാളം ആളുകളൊന്നും സഹാബത്തില്ല, കേവലം 313. ശത്രുക്കളായ ആളുകൾ അതിൻ്റെ 3 ഇരട്ടി, 1000 അടങ്ങുന്ന ശത്രുക്കളുണ്ട്. പക്ഷെ സഹോദരന്മാരെ, ആ ബദർ യുദ്ധത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അല്ലാഹു തആല അവർക്ക് വിജയം നൽകുകയാണ്. മുസ്ലിങ്ങൾക്ക് അവിടെ ആയുധത്തിൻ്റെ കുറവും ഭയപ്പാടും അനിശ്ചിതത്വവും ഒക്കെ ഉണ്ടായിട്ട് പോലും
അവർ വിജയിക്കുകയാണ്. കാരണം ആ നേതാവിനെ അനുസരിക്കുക, പ്രവാചകനനുസരിക്കുക എന്ന സ്വഭാവം അവരുണ്ടായി എന്നുള്ളതാണ്. അപ്പം ഇതൊരു വലിയ പാഠമാണ്. എന്നാൽ അതേ ഇത് തന്നെ ഉഹദ് യുദ്ധത്തിലേക്ക് നിങ്ങൾ വന്ന് നോക്കൂ. അവിടെ ഇപ്പം എന്താ, അവിടെ യഥാർത്ഥത്തിൽ ആ പരാജയപ്പെടാനുള്ള കാരണം നേതാവിനനുസരിക്കുന്നതിലുള്ള ചില തകരാറുകളാണ് അവിടെ സംഭവിച്ചത്. ആ മലമുകളിൽ 50ഓളം ആളുകളെ റുമാത്ത് അവിടെ നിർത്തിയിരുന്നല്ലോ. അവർ യുദ്ധമൊക്കെ ജയിച്ചതുപോലെ അവിടെ നിന്നപ്പോൾ ആ മലമുകളിൽ ഇങ്ങനെ നിന്നപ്പം അടിയിലിങ്ങനെ യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ജയിച്ചെന്ന് അവർക്ക് തോന്നി. ചിലർ പറഞ്ഞു യുദ്ധം കഴിഞ്ഞു. അങ്ങനെ അവർ നബിയുടെ വാക്ക് തെറ്റിച്ചു കൊണ്ട് എന്നാൽ നിങ്ങൾ എൻ്റെ അനുമതി കൂടാതെ അവിടുന്ന് പുറത്തു വരരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നബിയുടെ വാക്ക് ശ്രദ്ധിക്കാതെ യുദ്ധത്തിലൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ, അതുമൂലം മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടം. എന്താ നഷ്ടം ഉണ്ടായത്? ഇവിടെ ചെറിയൊരു അനുസരണക്കേട് ഉണ്ടായപ്പോൾ അവിടെ വലിയൊരു ഓട്ടം ഉണ്ടാവുകയാണ്. ആ ഓട്ടയിലൂടെ ഈ കപ്പലിലേക്ക് വെള്ളം കയറിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം കയറി കപ്പലിലുള്ള മുഴുവൻ ആളുകളും നശിക്കുന്നത് പോലെ ഒരാൾ ചെയ്ത ഒരു ചെറിയ വിടവ് സമൂഹത്തെ ഒന്നടങ്കം ചിലപ്പോൾ നശിപ്പിക്കാൻ അത് കാരണമാകും. പ്രത്യേകിച്ചും സമൂഹത്തിലെ നേതാക്കളായ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് ആ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ, ഒരു ഉമ്മത്തിൻ്റെ തകർച്ചയ്ക്ക് അത് കാരണമാകും. ശത്രുക്കൾക്ക് കയറി വരാൻ നമ്മെ തകർക്കാനുള്ള കാരണമാകും. അപ്പം നമ്മൾ കൂട്ടായിട്ട് സംഘമായിട്ട് നിൽക്കണം. അവിടെ പ്രശ്നങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ടെങ്കിലും ആ സമൂഹത്തിൻ്റെ നേതാവിനെ നമ്മൾ അനുസരിക്കണം എന്നതാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇത് നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഒരു ചെറിയ തെറ്റ് വലിയ നാശത്തിന് കാരണമാവും. അത് നമുക്കറിയാമല്ലോ അല്ലേ. ഇപ്പോൾ വേനൽക്കാലമാണ്. അപ്പോൾ റബ്ബർ തോട്ടത്തൊക്കെ പോയിട്ട് ചെറിയ തീപ്പെട്ടി കൊള്ളി അരുതിട്ട് ആ റബ്ബർ തോട്ടം മുഴുവൻ കത്തും. മുന്നാരിമിൻ മുസ്തസ്ഹരിശറീന, വലിയ തീപിടുത്തം ഉണ്ടാവുന്നത് ചെറിയ തീപ്പെട്ടിക്കൊള്ളി എന്നാണ്. അപ്പോൾ അതേപോലെയാണ് ഒരു യഥാർത്ഥ ഒരു സമൂഹമാകുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരാൾ ചെയ്യുന്ന തെറ്റ് ആ സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കാൻ അത് കാരണമാകും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലം യദ്ഹബു ഹത്താ യസ്തഇസിനു, ആ സമൂഹത്തിലെ നേതാവ് ആരാണോ, ഉത്തരവാദിത്തപ്പെട്ടവൻ ആരാണോ, ആ ഉത്തരവാദിത്തപ്പെട്ടവനോട് സമ്മതം ചോദിക്കാതെ ആ സദസ്സ് നിന്ന് പിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല എന്നതാണ് അത് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കും. അപ്പം ഇനിയിപ്പം മെല്ലെ ഊരിപ്പോ ആരും കാണില്ലല്ലോ എന്നൊരു ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. സഹോദരന്മാരെ, ഇവിടെ നേതാവ് കാണുന്നു, ഉത്തരവാദിത്തപ്പെട്ടവൻ കാണുന്നു എന്നതല്ല പ്രശ്നം. മറിച്ച് അള്ളാഹു കാണുന്നുണ്ട്. നേതാവ് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധമായിരിക്കണം. ഈ ഒരു അച്ചടക്കമാണ് നമുക്കുണ്ടാവേണ്ടത്. മറിച്ച് ക്യാമറ ഇല്ലെങ്കിലും പോലീസില്ലെങ്കിലും മറ്റാരും നിരീക്ഷിക്കാനില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടാവുമ്പോഴേ യഥാർത്ഥ വിശ്വാസിയായ ഒരു ഇത് നമുക്ക് അനുസരണം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ മദീനായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ചില മുനാഫിക്കുകൾ വന്നിട്ട് എന്ത് ചെയ്യണത്, അവർ ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകണത്. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ അവസ്ഥയും ചിന്തിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പലരും എന്തു ചെയ്യും, അതിന് വല്ല ഊരിച്ചാടും അല്ലേ. പ്രശ്നം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവില്ല. ആലോചിച്ചു, ഒരു വലിയ ഓപ്പറേഷൻ നടക്കുമ്പോൾ അത് ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തത്തിൽ മാത്രമല്ല, കുറേ ഡോക്ടർമാരുടെ ഒരു കൂട്ടം, ഒരു സമൂഹം അവിടെ വേണം. ഓരോന്നിനും ഓരോ ഡോക്ടർ വേണം. ഞരമ്പ് വെക്കാനും ഒരു ഡോക്ടർ വേണം, മറ്റേന് ഓരോ കാര്യത്തിനും ഓരോ ഡോക്ടർമാർ വേണം. അതിൽ ഒരാൾ അത് തീരുമാനിച്ചിട്ട് ഒരാൾ വരാതിരുന്നാലുണ്ടാവുന്ന അവസ്ഥകൾ നോക്കി. ഒരു പക്ഷേ ആ ഒരാൾ വരാത്ത ഒരു ഡോക്ടറുടെ അസാന്നിധ്യം ഒരു പക്ഷേ ഈ രോഗിയെ ചിലപ്പോൾ ആപത്തിലേക്ക് അയാൾ നഷ്ടപ്പെടാൻ, മരിക്കാൻ അത് കാരണമാകും. ആലോചിക്കുങ്ങൾ.
അപ്പോൾ സമൂഹത്തിൽ ഞാൻ വിശ്വാസിയാണോ, വിശ്വാസി സമൂഹത്തിലാണോ, ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ എന്നിട്ട് ചിലപ്പോൾ നമുക്ക് പോവേണ്ടി വരും. അങ്ങനെ പോവേണ്ടി വരുമ്പോൾ പിന്നെ നേതാവിനോട്, ഉത്തരവാദിത്തപ്പെട്ട ആളോട് സമ്മതം ചോദിക്കണം. ആ ചോദിക്കുമ്പോൾ അയാൾ സമ്മതം നൽകുകയും വേണം. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് ആ പോയവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടി. എന്നിട്ട് അള്ളാഹ് പറയാം, ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു ഗഫൂറുർ റഹീമുമാണ്. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ ഉണ്ടാവും. ആ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു തആല പുറത്തു തരുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗം കൂടിയാണ് ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹ് പൊറുത്തിരുന്നവനാണെന്നല്ല, അങ്ങേയറ്റം പൊറുത്തിരുന്നവനാണെന്ന. ഗഫൂർ എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ 90-ലധികം, മിനിമം 90 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഗഫാർ എന്നുള്ള 5 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ഗാഫിർ ഒരൊറ്റ പ്രാവശ്യം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പുറത്തു കൊടുക്കാൻ അങ്ങേറ്റത്തെ താല്പര്യമുള്ളവനാണ്. അതിനിങ്ങനെ കാത്തിരിക്കുക. തെറ്റ് ചെയ്ത മനുഷ്യൻ പക്ഷാതപിച്ചാൽ പിന്നെ എന്തു ചെയ്യും? അള്ളാഹു തആല അങ്ങേറ്റം പുറത്തു കൊടുക്കും. എത്ര വണ്ണമുള്ള തെറ്റായാലും, ഒരു തെറ്റ് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും. അങ്ങനെ കരുണയുള്ളവനാണ്, മനുഷ്യനോട് റഹ്മത്ത് കാണിക്കുന്നവനാണ് നിങ്ങളുടെ അള്ളാഹു. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കണം എന്നതും ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കും. അത് മതി. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.